എന്നെ അറിയുന്നവർക്കേ അറിയുള്ളൂ, എന്റെ അവസ്ഥ അറിയുന്നവർക്ക്. പറഞ്ഞുണ്ടാക്കാൻ പലർക്കും പലതും പറ്റും അല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞത് അഖിലേഷ് സാറിനെ കുറിച്ചാണ്. അഖിലേഷ് സാറ് നമ്മളെ മനസ്സിലാക്കിയ സെറ്റില് ഉണ്ടാവുമ്പം അറിയാം എന്റെ അവസ്ഥ. എനിക്ക് ഈ വെപ്രാളം ചില സമയത്ത് ഞാൻ സെറ്റിൽ പലപ്പോഴും വീണിട്ടുണ്ട്, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ വീണിട്ടുണ്ട്. അതെ. അപ്പൊ അഖിലേഷ് സാറ് ഞാൻ പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്, ക്ഷീണം, ടെൻഷൻ കൊണ്ട് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട് ദിവ്യക്ക്. അപ്പൊ പിന്നെ സാറ് പറയും, നീ മക്കളെ വിളിച്ചോണ്ട് വാ, കുഴപ്പമില്ല, ഫുഡല്ലേ ഞാൻ ഇവിടെ കൊണ്ടുപോവാ, ആരും പറയാനില്ല ഉച്ചക്കത്തെ ഫുഡോ രാത്രിക്കോ. ഞാൻ ഈ രാത്രിക്കത്തെ ഫുഡ് കൊണ്ടുപോകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന മക്കളാണ്. എനിക്കറിയാം, കൊണ്ട് കൊടുത്തിട്ട് വേണം അവർക്ക് കഴിക്കാൻ. ആ ഒരു അവസ്ഥയാണ് എന്റെ. എനിക്ക് ഓർമ്മയുണ്ട് ക്രിസ്, ദിവ്യ നമുക്ക് സെറ്റിൽ നിന്ന് എല്ലാവരും ഹോട്ടൽ റൂംസിലേക്ക് പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അത് മാത്രല്ല, ആദ്യത്തെ വണ്ടിയിൽ തന്നെ ദിവ്യ പോവാൻ ശ്രമിക്കും. കാരണം ദിവ്യക്ക് പറയാൻ പറ്റില്ല, സീനിയോറിറ്റി വെച്ചിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ആദ്യത്തെ ട്രിപ്പിൽ വിടുക. പക്ഷെ ദിവ്യ ഇങ്ങനെ പറയും, എന്നെ ഒന്ന് വിടാമോ, ആർക്കാണ് ഫുഡ് വേണ്ടാത്ത, ആ ഫുഡും കൂടി എനിക്ക് തന്നേക്കും എന്ന് പറയുമ്പോൾ ഒരമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് മനസ്സിലാക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ സെറ്റിൽ അത് മനസ്സിലാവുമായിരുന്നു. പക്ഷെ അങ്ങനെ മക്കളെ നോക്കിയ ഒരു അമ്മയാണിത്. അത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ?